തമിഴ്നാട്ടിലെ നാമക്കലിൽ നടൻ വിജയ് നടത്തിയ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിച്ചു എന്നുള്ള വളരെ സങ്കടകരമായ വിവരമാണ് വരുന്നത്. 3 കുട്ടികളുമുണ്ട് മരിച്ചവരിൽ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. 50-ലധികം പേർ കുഴഞ്ഞു വീണിട്ടുണ്ട്. അത്യന്തം നിർഭാഗ്യകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ നമ്മളിലേക്ക് എത്തുന്നത്. ഗൗതം ആമ്രകുഞ്ചം ചേരുകയാണ് വിവരങ്ങളുമായി. ഗൗതം, എന്തൊക്കെയാണ് കിട്ടുന്ന വിവരങ്ങൾ? ഒരു വലിയ ദുരന്തത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയുടെ പര്യടനം നമുക്കറിയാൻ കഴിഞ്ഞ 2 ആഴ്ചകളായി തമിഴ്നാട് തുടരുന്നുണ്ട്. ഇന്നിപ്പോൾ കാരൂർ കേന്ദ്രീകരിച്ചായിരുന്നു പര്യടനം നടക്കേണ്ടിയിരുന്നത്. നേരത്തെ തന്നെ ഈ വിജയ് ആരാധകരും TVK പ്രവർത്തകരും ഉൾപ്പെടെ വലിയൊരു സംഘം ഈ പര്യടനത്തിലേക്ക് കടന്നു വരുന്നത് വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 11 പേർ കാരൂരിലുണ്ടായിട്ടുള്ള ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം 3 കുട്ടികൾ ഉൾപ്പെടെ 11 പേരാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മുടെ തമിഴ്നാട്ടിലെ റിപ്പോർട്ടർമാരും അതോടൊപ്പം തന്നെ അവിടെ നിന്നുള്ള വിവരങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് ഏറ്റവും ആധികാരികമായി നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത് അവിടെ വലിയ അപകടം നടന്നിരിക്കുന്നു. തിക്കിലും തിരക്കിലും പെട്ട് വലിയ ആൾക്കൂട്ടം വലിയ തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ദുരന്തത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ സ്ഥിതിഗതിയുടെ അല്ലെങ്കിൽ സംഭവത്തിന്റെ ഗൗരവം പരിഗണിച്ചുകൊണ്ട് കാരൂർ കളക്ടറോട് സംഭവ സ്ഥലത്തേക്ക് എത്താൻ സ്റ്റാലിൻ അടിയന്തരമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലക്ഷ്യം നടന്നിരിക്കുന്ന ഒരു വലിയ അപകടം തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് നിലവിലുള്ള വിവരം. 11 പേരാണ് ഈ അപകടത്തിൽ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കാരൂരിൽ നേരത്തെ തന്നെ വിജയുടെ പരിപാടിക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, നിബന്ധനകൾ നൽകിയിരുന്നു. 25 ഇനം നിബന്ധനകളാണ് നൽകിയിരുന്നത്. അവ പ്രധാനമായും തിരക്ക് നിയന്ത്രിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഗതാഗതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നതിനും സ്ഥലപരിമിതി പരിഗണിച്ചുകൊണ്ട് പരിപാടിയുടെ വലിപ്പം ചെറുതാക്കുന്നതിനുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അത് നേരത്തെ ഉണ്ടായിട്ടുള്ള ചില അപകടങ്ങൾ തിക്കും തിരക്കും മുൻനിർത്തിക്കൊണ്ട്, അതായത് മുൻപത്തെ 2 പര്യടനങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ വലിയ ആൾക്കൂട്ടം ഈ റാലിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിജയെ കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവരെല്ലാവരും എത്തിയിരുന്നത്. അത് കുട്ടികളെ എടുത്ത് കുടുംബമായി വരുന്നവരാണ്. അതായത് കുടുംബമായി തന്നെ ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാനാണ് ആളുകൾ എത്തിയിരുന്നത്. അതിൽ വിവിധ പ്രായക്കാരുണ്ട്, കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്. നിലവിലുള്ള വിവരമനുസരിച്ച് ഗർഭിണികളായ സ്ത്രീകൾക്ക് ഉൾപ്പെടെ ഈ തിക്കിലും തിരക്കിലും പെട്ട് അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 11 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 3 കുട്ടികൾ ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടവരെ സമീപ പ്രദേശത്തുള്ള ആശുപത്രികളിലേക്കും അതോടൊപ്പം തന്നെ കാരൂരിലെ സർക്കാർ ആശുപത്രികളിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തലുള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇപ്പോൾ കളക്ടറോട് ആ സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തി സ്ഥിതിഗതികളുടെ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ ഒരുപക്ഷെ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന തരത്തിൽ വലിയ ആഘാതം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഇതിനകത്ത് കൃത്യമായി തന്നെ നേരത്തെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പോലീസ് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ഉൾപ്പെടെ TVKയോട് വളരെ കൃത്യമായിട്ടുള്ള ക്രമീകരണം ഒരുക്കണമെന്നും പോലീസ് നൽകിയിരിക്കുന്ന നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മാത്രമേ പര്യടനം നടത്താൻ പാടുള്ളൂ എന്നും വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നിലവിൽ നമുക്ക് ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്താൻ കഴിയുന്നത്. ഏറെ ദൗർഭാഗ്യകരമായ കാര്യം, ഇപ്പോൾ 11 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. അതിലധികം പേർക്ക് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 50-ലേറെ പേർ ഈ അപകടത്തിൽ പരിക്കേറ്റ് അസ്വസ്ഥത അനുഭവപ്പെട്ട് ആശുപത്രികളിലേക്ക് പോയിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഈ സംഭവത്തിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, അതായത് കണക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഇപ്പോൾ മരണത്തിൻ്റെത് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ലക്ഷ്മി നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിൽ വലിയ ആൾക്കൂട്ടമാണ് ഈ കാരൂരിൽ തടിച്ചുകൂടിയത്. വിജയുടെ റാലിയിൽ പങ്കെടുക്കുന്നതിന്, വിജയെ കാണുന്നതിന് വേണ്ടി ഇവരെ നിയന്ത്രിക്കാൻ, ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതാണ് അപകടത്തിലേക്ക് പോയത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്നത്. ഇതിൽ ബാധിക്കപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് എന്ന തരത്തിലാണ് വാർത്തകൾ, റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത അധികാരികൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.